മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കരിമീൻ പൊള്ളിച്ചത് ഇന്ന് നമ്മുടെ വിഭവം നോക്കാം. കരിമീൻ പൊള്ളിച്ചതിന് വേണ്ടിയിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, വെളുത്തുള്ളി, വറ്റൽമുളക് ചതച്ചത്, കാശ്മീരി ചില്ലി പൗഡർ, മസാലപ്പൊടി, കറിവേപ്പില, വെളിച്ചെണ്ണ. ആദ്യം കരിമീൻ മാരിനേറ്റ് ചെയ്യാനുള്ള മസാല ഉണ്ടാക്കി വയ്ക്കും. മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ, മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ലേശം ഗരം മസാല, വെളിച്ചെണ്ണ, ഉപ്പ് ആവശ്യത്തിന്, ഒരു നാരങ്ങയുടെ നീര്, കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് പേസ്റ്റാക്കും. ഇനി കരിമീൻ എടുത്ത് വരഞ്ഞ് ഇതിൽ മസാല പുരട്ടാം. ഇങ്ങനെ ചരിച്ച് വരഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് മസാലയെല്ലാം നല്ല രീതിയിൽ നിൽക്കും. ഇതുപോലെ കരിമീൻ്റെ എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ മസാല കയറ്റി ഒരു 10 മിനിറ്റോളം മസാല പിടിക്കാനായിട്ട് വയ്ക്കണം. അപ്പോഴേക്കും ഈ മസാല കരിമീനിൽ മൊത്തത്തിലായിട്ട് കരിമീനിൽ പിടിച്ച് റെഡിയാവും. ഈ സമയം കൊണ്ട് മസാലയ്ക്കുള്ള സവാള, തക്കാളി എല്ലാം കട്ട് ചെയ്ത് വയ്ക്കാം. നമുക്ക് സവാള കട്ട് ചെയ്യാം. അത് മാക്സിമം ചെറിയ പീസുകളായിട്ട് സവാള അരിഞ്ഞെടുക്കുക. 2 കരിമീനൊക്കെ പൊള്ളിക്കുന്നതിന് ഒരു സവാളയും ഒരു 20ഓളം ചെറിയ ഉള്ളി, ഒരു തക്കാളി, ഇതൊക്കെയാണ് വേണ്ടത്. സവാള ഉപയോഗിക്കുന്നത് പോലെ തന്നെ ചെറിയ ഉള്ളിയും ഇതിൽ ഉപയോഗിക്കേണ്ടതാണ്. സവാള മാത്രം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് മസാലയ്ക്ക് മധുരമായിട്ട് നിൽക്കും. മസാല നല്ല ടേസ്റ്റായിരിക്കും. അതുകൊണ്ട് ഒരു 20ഓളം ചെറിയ ഉള്ളിയും ഇതിൽ അരിഞ്ഞ് ചേർക്കേണ്ടതാണ്. സവാള അരിഞ്ഞതുപോലെ ചെറുതായിട്ട് തന്നെ ചെറിയ ഉള്ളിയും അരിയണം. എണ്ണ ചൂടായിട്ടുണ്ട്. അതിൽ കുറച്ച് കറിവേപ്പില മേളിൽ ഇട്ട് കൊടുക്കുക. രണ്ട് കരിമീനും ഇട്ട് കൊടുക്കുക. ഫിഷ് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഫിഷ് മാറ്റി ഇതേ എണ്ണയിൽ തന്നെ പൊള്ളിക്കാനുള്ള മസാല ഉണ്ടാക്കാം. ഇനി കട്ട് ചെയ്ത് വച്ചേക്കുന്ന സവാള ആ എണ്ണയിലോട്ടിട്ട് കൊടുക്കുക. സവാളയും കൊച്ചുള്ളിയും കൂടെയാണ്. ഇനി ഇതിലത്തേക്ക് ഒരു തക്കാളി, ഒരു പച്ചമുളക് വേണം. അപ്പം നമുക്ക് അതുകൂടെ കട്ട് ചെയ്ത് വയ്ക്കാം. സവാള കട്ട് ചെയ്തതുപോലെ തന്നെ നൈസായിട്ട് ചെറുതായിട്ട് തക്കാളിയും കട്ട് ചെയ്തെടുക്കേണ്ടതാണ്. സവാളയും കൊച്ചുള്ളിയെല്ലാം നല്ല രീതിയിൽ എണ്ണയിൽ മയപ്പെട്ട് വന്നിട്ടുണ്ട്. ഇനി കട്ട് ചെയ്ത് വച്ചേക്കുന്ന തക്കാളി ഇടാം. ഒരു തക്കാളി, പച്ചമുളക് ചെറുതായിട്ട് നൈസായിട്ട് ഒരു പച്ചമുളക്, കട്ട് ചെയ്ത പച്ചമുളക് കൂടെ ഇട്ട് കൊടുക്കുക. ഈ മസാല ഒന്ന് റെഡിയാവാനായിട്ട് ഇതിൻ്റെ ഒരു മെയിൻ ഐറ്റം ഉണ്ട്, തേങ്ങാപ്പാൽ കൂടെ ഒഴിച്ച് ഇതിനെ നല്ല തിളപ്പിച്ച് തിക്കാക്കി എടുക്കണം. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു 3-4 കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുക്കണം. മസാല റെഡിയായിട്ടുണ്ട്. ഈ മസാല മാറ്റിയിട്ട് വാഴയില ഒന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കാം. ചെറുതായിട്ട് മസാല വാഴയിലയിൽ വെച്ച് ഒന്ന് ലൈറ്റായിട്ടൊന്ന് മീനിൻ്റെ അടിഭാഗത്ത് കാവത്തക്ക വിധത്തിൽ എന്നിട്ട് മീനെടുത്ത് ആ മസാലയുടെ മേളിലോട്ട് വയ്ക്കുക. അത് കഴിഞ്ഞ് വീണ്ടും മസാല, 2 പച്ച കറിവേപ്പില, ലേശം നാടൻ വെളിച്ചെണ്ണ, വാഴനാരിൽ തന്നെ മീനിനെ കെട്ടി 2 കരിമീനും വാഴയിലയിൽ പൊതിഞ്ഞ് വാഴനാരിൽ തന്നെ കെട്ടി വെച്ചേക്കാണ്. ഇനി ഫ്രൈ പാനിൽ ഒരു ഇച്ചിരി എണ്ണ ഒഴിച്ച് അതിൽ തിരിച്ചും മറിച്ച് പൊള്ളിച്ചെടുക്കണം. ചെറുതായിട്ട് മതി എണ്ണ, കൂടുതൽ വേണ്ട. കുറച്ചൊഴിച്ച് ഓരോന്നോരോന്നായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. അതെടുത്ത് നമുക്ക് കഴിച്ച് നോക്കാം. അങ്ങനെ നമ്മുടെ കരിമീൻ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഈ കരിമീൻ്റെ കെട്ടഴിച്ച് നോക്കാം. കരിമീൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നമുക്ക് കെട്ടഴിച്ച് നോക്കി അത് ടേസ്റ്റ് ചെയ്ത് മനസ്സിലാക്കാം. ആ വാഴയിലയുടെ തന്നെ ഫ്ലേവറും ആ മീനിലോട്ട് ഇറങ്ങി അതിന്
നല്ല ഒരു പ്രത്യേക ടേസ്റ്റ്, വാഴയിലയിൽ ഉള്ള ആ ഒരു ടേസ്റ്റ് കൂടെ അതിലോട്ട് വരാൻ വേണ്ടിയിട്ടാണ് വാഴയിലയിൽ തന്നെ ചെയ്യുന്നത്. നല്ല ചൂടുണ്ട്. ആ മസാലയെല്ലാം കൂടെ കൂട്ടിയൊന്ന് കഴിച്ചാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് വരുള്ളൂ. മസാലയൊക്കെ ചേർന്ന് ആ മീനിൻ്റെ പീസും അതിൻ്റെ പുറത്ത് പൊള്ളിച്ചിക്കാൻ വേണ്ടി വെച്ച മസാല എല്ലാം കൂടെ ചേർത്താണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതൊന്ന് കഴിച്ചു നോക്കാം, എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. സൂപ്പർ ടേസ്റ്റാണ്, നന്നായിട്ടുണ്ട്. നല്ല ഒരു കരിമീൻ മസാല തന്നെയാണ്. നിങ്ങളെല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കണം. ഇനി ഒരു നല്ല പുതിയൊരു ഡിഷുമായിട്ട് അടുത്ത ദിവസം കാണാം.